നമുക്കറിയാം, നമ്മൾ നിരന്തരമായി കഴിഞ്ഞ 10 വർഷമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പ്രദേശത്തൊക്കെ ഹാങ്ങിങ് ഫെൻസിങ്ങും അതുപോലെ തന്നെ സോളാർ ഫെൻസിങ്ങും ട്രെഞ്ച് കുഴിക്കൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ. പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതിന് പകരം താൽക്കാലികമായ ചില പരിഹാരങ്ങൾ നടത്തി ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കടന്നു പോകുമ്പോൾ അത് പിന്നീട് നശിപ്പിക്കപ്പെടുകയും പിന്നെയും വന്യമൃഗങ്ങൾക്ക് കടന്നു വരാനുള്ള സംവിധാനം ഒരുങ്ങുകയും ചെയ്യുകയാണ്. അത്തരമൊരു ഇതിൽ നിന്നും മാറി ഈ പ്രദേശത്ത് ശാശ്വതമായ രീതിയിൽ പീച്ചി വാഴാനി മേഖലയിലെ വന്യജീവികളുടെ സെൻസസ് എടുത്തുകൊണ്ട് ഈ പ്രദേശത്ത് എത്രമാത്രം വന്യജീവികളുണ്ട് അവരുടെയൊക്കെ സെൻസസ് നമുക്കറിയാം. ട്രാപ്പ് ക്യാമറ എന്ന് പറയുന്ന ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികൾ കടന്നു പോകുന്ന പ്രദേശത്ത് അവരുടെയൊക്കെ എണ്ണം എടുത്തുകൊണ്ട് അതിന് വ്യക്തമായ ആവാസ വ്യവസ്ഥ രൂപീകരിച്ച് ആ ആവാസ വ്യവസ്ഥ തീരുമാനിച്ച് അതിനിപ്പുറത്തുള്ള ഭാഗത്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രെഞ്ച് ഒഴിക്കുന്നതിന് ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ സോളാർ ഫെൻസിങ്ങുകളൊക്കെ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകേണ്ട വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതിന് നേതൃത്വം നൽകുന്ന ആളുകളും കടന്നു വരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടുത്തെ MLA പറയുന്നത് ഇവിടെ 10 വർഷമായി MLA ആയി ചീഫുപ്പായി മന്ത്രിയായിരുന്ന ഒരാള് 10 വർഷം കൊണ്ട് ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണം നടന്ന് ആളുകളെ കഴിഞ്ഞ 5-6 വർഷം ഏറ്റവും അധികം വന്യജീവി ആക്രമണത്തിന് ഇരയായ ഒരു പ്രദേശം. 3ഓളം ആളുകൾ ഈ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വന്യജീവി കാട്ടാനയുടെ മർദ്ദനമേറ്റ് മരണപ്പെട്ട ഒരു പ്രദേശം. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം കൊണ്ടുവരുന്നതിന് AI ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ട്രാപ്പ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് വന്യജീവികളുടെ സെൻസസ് എടുക്കുന്നതിനോ അവർക്ക് വേണ്ട ആവാസ വ്യവസ്ഥ രൂപീകരിച്ച് അതിനപ്പുറത്ത് ജനങ്ങളെ സുരക്ഷിതമാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും കൈക്കൊള്ളുന്നതിന് ഇവിടുത്തെ MLAക്ക് കഴിഞ്ഞിട്ടില്ല, ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ MLA അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകണം. കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് അല്ലെങ്കിൽ ഇതുപോലെ കൃഷിനാശം സംഭവിക്കുന്ന ആളുകളുടെ നഷ്ടപരിഹാരത്തിന്റെ തോത് 25% കൂടി ഉയർത്തി അത്തരത്തിലുള്ള ആൾക്ക് കൊടുക്കാൻ അടിയന്തരമായി കൊടുക്കാനുള്ള തീരുമാനമായിട്ട് പോവുകയാണ്. അപ്പോൾ ഭരിക്കുന്ന സർക്കാരിൽ സമ്മർദ്ദം ഉണ്ടാക്കാനും ഈ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും അടിയന്തരമായ ഒരു ഇടപെടൽ MLAയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാക്കണം.